ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു Fabbsonwheels. സോ ഇന്ന് നമ്മൾ പോകുന്ന ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. നമ്മളിതാ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി എൻ്റെ ഹോം ടൗൺ ആണ്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും കരുനാഗപ്പള്ളി. പിന്നെ നമ്മൾ H&J മാളിലോട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഉള്ള പോലെ നമുക്കും ഒരു മാളുണ്ട്, H&J മാൾ. അത്യാവശ്യം ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. സോ H&J മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഇക്കയുടെ കട. നമുക്ക് അവിടെ നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അത്യാവശ്യം ഒരു നല്ല ഫോണാണെന്നാണ് പറഞ്ഞത്. പിന്നെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സാംസങ്ങിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ട്രാഫിക്കായി. എന്നിട്ട് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ട്രാഫിക് കുറവുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയുടെ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ശരിക്കും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ് ഫോൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത്രയും നേരം നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ H&J മാൾ എത്തി. ഞങ്ങളുടെ ലുലു മാൾ, കരുനാഗപ്പള്ളിക്കാരുടെ ലുലു മാൾ എന്നൊക്കെ പറയത്തക്ക വിധത്തിലാണ് H&J മാൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും നമ്മുടെ സിറ്റി, ഇപ്പം എൻ്റെ ഒരു ഹോം ടൗൺ ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആദ്യമായിട്ടാണ്. നമുക്ക് എന്തായാലും H&J മാളിലോട്ട് കയറാം. സോ H&J മാളിൻ്റെ കാര്യങ്ങളാണ്. വലിയൊരു റഷൊന്നുമില്ല. പിന്നെ കോവിഡിൻ്റെ ഒരു ഇത് പ്രമാണിച്ച് കുറച്ച് റഷൊക്കെ കുറവാണ്. ഇപ്പം ഇതിൻ്റെ പാർക്കിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. ഇതിനകത്തൊരു മൾട്ടിപ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കിങ്ങും ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ജിമ്മുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതൊരു ഈ മാൾ വന്നിട്ട് 2-3 years ആയിട്ടുണ്ട്. പെരിയോ നിന്ന് ഫിലിം ഉണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി ഇക്കടെ കടയിൽ എത്തിയിട്ട് നമുക്ക് ഇവിടെ എത്തി നമ്മൾ പാർക്കിങ്ങിലോട്ട് പോകണം. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എത്തിയിട്ട് കാണാം. പിന്നെ ഈ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് പൊന്നിന് സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഈ ഫോൺ കൊടുക്കാൻ പോകുന്നത്. അയാളൊരു ഫോൺ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു, കൊടുക്കുമെന്നും അറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളങ്ങനെ സ്മാർട്ട് ഫോണിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ല സ്മാർട്ട് ഫോണിൽ എത്തിയിട്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് നജീബിക്ക് അകത്തേനുണ്ട് കേട്ടോ. ഹലോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇതാണ് നമ്മുടെ നജീബിക്ക, കരുനാഗപ്പള്ളിയിലെ സ്മാർട്ട് ഫോണിൻ്റെ ഓണറാണ്. എത്ര നാളായി ഇവിടുത്തെ ഷോപ്പ് തുടങ്ങിയിട്ട്? 6 months കഴിഞ്ഞല്ലേ? ഓക്കെ. വേറെ കുറേ ഷോപ്സ് ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ഇനി കരുനാഗപ്പള്ളി എവിടെയെങ്കിലും ബ്രാഞ്ച് തുടങ്ങാനായിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. സ്മാർട്ട് ഫോൺസിൻ്റെ ബ്രാഞ്ച് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. സോ അപ്പം എന്തായാലും നജീബിക്ക നിങ്ങൾ കണ്ടു. നജീബിക്കയുടെ ഫേസ്ബുക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഡെയിലി ഈ മനുഷ്യൻ്റെ എപ്പോഴും പോസ്റ്റ് കാണാറുണ്ട് കേട്ടോ. എപ്പോഴും ഡെലിവറി ഫോട്ടോസും വീഡിയോസും തന്നെ എപ്പോഴും വരുന്നത്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ ആൾക്കാർക്ക് ആ ഒരു ടെസ്റ്റിമോണിയൽ കൊടുക്കുന്ന നല്ലൊരു സംഭവം തന്നെ. അപ്പോൾ എന്തായാലും അതെ. അപ്പോൾ എനിക്ക് ഏതാണ് ഇവിടെ നിങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ അറിയാമല്ലോ, പൊന്നു വരേണ്ട ഒരു സംഭവമായിരുന്നു. ശരിക്കും ഞാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം, ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ബ്രാൻഡുമാണ്. ഞാൻ കുറച്ച് നാളുകൊണ്ട് ഉപയോഗിച്ചതും ആയതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടിട്ട് നിങ്ങൾ വളരെ ഭയങ്കര സസ്പെൻസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഒരു മിഡിൽ റേഞ്ചിൽ ഒരു 5G വരുന്ന ഒരു ഫോണാണ്. അതെ, എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30-ക്കകത്തൊരു ബഡ്ജറ്റായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇക്കയ്ക്ക് സെലക്ഷനൊക്കെ ഞാൻ ഇക്കയ്ക്ക് വിട്ടാണ്. കാര്യം എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആയത് കാരണം ഞാൻ ഈ ഒരു സംഭവം കക്ഷിയുടെ ഓണർഷിപ്പിലുള്ള കാരണം ഈ ഒരു ഏതാണ് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം കക്ഷിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. ആളത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും ഫോൺ ഏതാണെന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ കണ്ടല്ലോ,
സോ ഇനി ഞാൻ നിങ്ങളെ സസ്പെൻസ് അടിച്ച് മട്ടറാക്കുന്നില്ല. എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്ന ഫോൺ F19pro Plus ആണ്. ഒരു കിടുക്കാച്ചി ഐറ്റമാണ്, കണ്ടല്ലോ. അപ്പോൾ ഒപ്പോ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒപ്പോ ആണോ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒപ്പോ പഴയ ഒപ്പോ അല്ല, ഒരുപാട് ചേഞ്ചസ് വന്നു. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഇതാ നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഇത് അൺബോക്സ് ചെയ്തിട്ട് വാറണ്ടി ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് വേണം നമുക്ക് പൊന്നിൻ്റെ കയ്യിലോട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പൊന്നിൻ്റെ ഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പതുക്കെ ഞാൻ അടിച്ചു മാറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ടെക് പരമായിട്ട് കൂടുതലൊന്നും ഫോണിനെ കുറിച്ച് പറയാൻ അറിയില്ല. എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള ഹെഡ്സെറ്റും അതുപോലെ തന്നെ ചാർജ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫസ്റ്റ് ഇൻ ടച്ച് ഫീൽ ചെയ്യുന്നതായിരുന്നു വെച്ചാൽ അത്യാവശ്യം ഒരു വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. എത്ര ഇതിൻ്റെ വെയിറ്റ് വരുന്നത്? 173 ഗ്രാമാണ് വരുന്നത് അല്ലേ. അത്യാവശ്യം ഒരു അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ ബോക്സിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമുക്ക് യൂസർ മാനുവൽസ് ഒക്കെ ആസ് യൂഷ്വൽ ഇതിനകത്ത് വരുന്ന ഫോണിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ നമുക്ക് ആ ഫോൺ സിം ജെക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്സെറ്റ് എങ്ങനെയുണ്ട്? അത്യാവശ്യം നമ്മുടെ ഒരു മൗസ് പോലൊക്കെ ഇരിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്. ആപ്പിളിൻ്റെ ഒരു ലൈക്ക് ആപ്പിൾ പോലൊക്കെ തോന്നിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നജീബൊക്കെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഫോണിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? നല്ലൊരു ഫോണാണ്. ഇതിന്റെ പ്രോസസർ സൈഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡൊക്കെ ആണെങ്കിൽ നമ്മുടെ അരുൺ പറഞ്ഞു. ഓക്കെ, സോ അരുണാണ് അതിന്റെ എക്സ്പേർട്ട്. ഇക്കായി അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നമുക്ക് അരുണിനോട് ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. F19pro Plus സീരീസിലെ ലേറ്റസ്റ്റ് മോഡലായ F19pro Plus 5G ഫോണാണ്. അത് ഡുവൽ സിം 5G സ്മാർട്ട് 5G എന്ന് പറഞ്ഞാണ് അവരിത് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ഒരു 6.4 ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, 173 ഗ്രാമേ ഉള്ളു വെയിറ്റ് നോക്കുമ്പോൾ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി സൈഡ് 4310 mAh ബാറ്ററിയാണ് വരുന്നത്. അതും 50 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. അത് 45 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. 45 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ഞാൻ നെറ്റിൽ മറ്റോ നോക്കിയപ്പോൾ സമയത്ത് കണ്ട് 50 വാട്ട് ചാർജർ ആണെങ്കിലും അതിനകത്ത് 30 വാട്ടോ മറ്റോ അങ്ങനെ എന്തോ. അത് 65 വാട്ട്സിന്റെ ഡോക്കാണ് വരുന്നത്. പക്ഷേ 50 വാട്ട്സ് വർക്ക് ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു പവർ ഇത് കയറുന്നതിന്റെ ഒരു ഇത് വെച്ചാണ്. എത്രയാണ് ബാറ്ററി കംപ്ലൈന്റ് വരാതിരിക്കാനും വേണ്ടിയിട്ട് 4310 mAh ബാറ്ററി ബാക്കപ്പ് ഇതാണ് വരുന്നത്. ഓക്കെ. പിന്നെ പ്രോസസർ പറയുന്നത് മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 800U ആണ് പ്രോസസർ വരുന്നത്. ഇതിനു മുമ്പേ തന്നെ ഫസ്റ്റ് 5G ഫോണ് മീഡിയ ടെക് ഇറക്കിയത് റെനോ 5 പ്രോയിലായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് 5G മീഡിയ ടെക് ഇന്ത്യയിൽ ഫസ്റ്റ് ഇറങ്ങിയത്. അതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടാണ് വന്നത്, കുറഞ്ഞൊരു വേരിയൻറ്റ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് മീഡിയ ടെക്കിൻ്റെ. കാരണം ഹീറ്റ് വരുന്നില്ല, നോർമലി ഉള്ള ഹീറ്റ് മാത്രമേ ഉള്ളൂ. കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ ഞാൻ നോക്കിയിരുന്നു. അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ബാക്കിൽ ഗ്ലാസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു മെറ്റീരിയൽ ഒരു ഫിനിഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. സ്റ്റെബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റെബിലൈസേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ക്യാമറ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും എത്ര വരുന്നു പറഞ്ഞില്ല. ഫ്രണ്ട് ക്യാമ 5 ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് 5 ഹോളിനകത്ത് 16 MB ക്യാമറയാണ് വരുന്നത്. 16 MB ക്യാമ ഫ്രണ്ട് ക്യാമ വരും. ബാക്ക് എത്ര വരുന്നത്? ബാക്ക് 48:8:2. 48ന്റെ മെയിൻ ക്യാമറയും 8 MB വൈഡ് ആംഗിളും 2 MB മാക്രോയും 2 MB ഡെപ്തും ആണ് വരുന്നത്. എക്സ്പാൻഡബിൾ മെമ്മറി എത്രയാണ് വരുന്നത്? 256 ആണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫോൺ ഇൻബിൽറ്റ് മെമ്മറി നമുക്ക് വരുമ്പോഴത്തേക്ക് 128 ആണെന്ന് തോന്നുന്നു അല്ലേ? 128 8GB വെർഷനാണിത്. ഇതിൻ്റെ വേറൊരു വെർഷൻ കൂടെ കാണുമല്ലോ, പ്രോ വേരിയന്റ്. ഇതിൻ്റെ വേറൊരു വെർഷൻ. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് 4G ഫോണാണ്. ഇത് 4G, ഇത് 5G, അതാണോ വ്യത്യാസം? ഓക്കെ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ പറഞ്ഞ F19pro Plus ആണ്. ഇത് 5G വേരിയൻറ്റും ഇത് 4G വേരിയൻറ്റും. കാര്യം ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ 5G ഒന്നും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് 2 ഫോണും വാലിഡ് ആണ്. പിന്നെ ഞാൻ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ 5G വെർഷൻ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ പ്രൈസ് വ്യത്യാസം എത്ര വരുന്നുണ്ട്? ഇത് 8-128ഉം 8-256ഉം 2 വേരിയന്റിലാണ് പ്രോ വരുന്നത്. അതിനകത്ത് 21,500ഉം 23,500 ആയിട്ടാണ് പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ 5G വെർഷന് പ്രൈസ് കുറച്ച് കൂടുതൽ. 8-128 മാത്രമേ 8-128 ഉള്ളൂ. 23 വരും, 23,500 വരും, 26 വരും, 26 വരും. ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഉടനെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളോട്ട് പോകാം. ഓക്കെ ബ്രോ, താങ്ക് യു.
പിന്നെ ബേസിക്കായിട്ട് ഒപ്പോടെ കാര്യങ്ങളൊക്കെ ഇതാണ്. ഈ ഫോൺ തന്നെ അല്ലേ? സോ ഇത് തന്നെ കേട്ടോ അതിൻ്റെ ആ ഫോണിൻ്റെ സെയിം ഇത് തന്നെയാണ്. ഞാനിത് ഓൺലൈനിൽ നോക്കിയിരുന്നു, പക്ഷേ ഓൺലൈൻ നോക്കിയിട്ട് ഓൺലൈനിലേക്കാളും ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇവിടെ ഫോൺ തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നജീബിക്കെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനിൽ വാങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഓൺലൈൻ സൈറ്റ് ഉണ്ട്. ഓൺലൈൻ സൈറ്റ് ഉണ്ടല്ലേ? സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞു smartphonesshopee.com. smartphonesshopee.com. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും സൈറ്റിൻ്റെ പേര് കേട്ടോ, ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതോടൊപ്പം എനിക്ക് എവിടെയൊക്കെ പിന്നെ വേറൊരു കാര്യം, വൈഡ് റേഞ്ച് ഓഫ് ആക്സറീസിൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ? ഫോൺ ആയാലും ശരി, ഞാൻ നോക്കി ഇവിടെ നമുക്ക് ഫോൺസിൻ്റെ ആപ്പിളിൻ്റെ ആയാലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ്സിൻ്റെ എല്ലാം കവേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടും. അതെല്ലാം ഹോൾസെയിൽ വിലയിലല്ലേ കൊടുക്കുന്നത്? എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഹോൾസെയിൽ റേറ്റിൽ ഇതിൻ്റെ ഇതൊക്കെ കൊടുക്കും, കമ്പനി പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? അതുപോലെ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ആ സാംസങ്ങിൻ്റെ A50s എൻ്റെ ഫോൺ ഞാൻ ഒരു സ്ക്രീൻ ഗാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് 85 വാങ്ങിയിട്ടുള്ളായിരുന്നു. സോ അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ, എല്ലാം 100, 120, 110 എന്നൊക്കെ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും ഹോൾസെയിൽ വിലയിൽ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന H&J മാളിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ കുറേ ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് ഉള്ളതെന്ന് പറയാമോ? നമുക്ക് ഭരണിക്കാവ് വരുന്നുണ്ട്, പിന്നെ മാവേലിക്കര, തട്ടാരമ്പലം എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ ബ്രാഞ്ച് ഉണ്ടല്ലോ. എല്ലാം കൊല്ലം ജില്ലയിൽ തന്നെയാണോ ബ്രാഞ്ചസ് എല്ലാം? ഒരെണ്ണം ആലപ്പുഴ ജില്ലയിലാണ്. ഒരെണ്ണം ആലപ്പുഴ ജില്ല തട്ടാരമ്പലം. അപ്പോൾ ആലപ്പുഴയിലുള്ള ഫ്രണ്ട്സിനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ തട്ടാരമ്പലത്തുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടല്ലോ, അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ബേസിക്കായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ ഫോണിൻ്റെ ഗിംബൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക്, അത്യാവശ്യം വ്ലോഗ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. TV ഉണ്ട്. നിങ്ങൾ ആ ഇൻട്രോ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം TVs ഒക്കെ അവൈലബിൾ ആണ്. നോർമൽ റേഞ്ചിലുള്ള TVs, MIയുടെയും അതുപോലെ തന്നെ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്യാവശ്യമുള്ള TVs ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സൊക്കെ എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. വാങ്ങാൻ വന്ന കസ്റ്റമേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫോൺ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടില്ല, ഇത് നിങ്ങളൊരു കാണുന്ന ഒരു ഡെലിവറിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള രീതിയിലാണ് കക്ഷി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ഇതൊരു ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ബ്രോ. നമ്മൾ വാങ്ങിയ ഫോൺ തന്നെയാണ് കേട്ടോ ബ്രോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇക്കയുടെ പേജിൽ കാണാൻ പറ്റും, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇക്കയുടെ പേജിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് സി ബ്രോ. ഓക്കെ അപ്പോൾ അവരെന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ പോലെ തന്നെ നമ്മളും ഫോൺ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് TV അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, വ്യൂ TV, അതുപോലെ തന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം ഹെഡ്സെറ്റിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം അവൈലബിൾ. നമുക്ക് ബോട്ടിൻ്റെ സ്പീക്കർ ഇതുണ്ടല്ലേ, കുറേ വൈഡ് റേഞ്ച് ഓഫ് സ്പീക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ രീതിയിലാണ് ഒക്കെ സെയിൽ ചെയ്യുന്നത്. ആമസോണിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്നത്. ആമസോണിൻ്റെ അലക്സ ചെയ്യുന്നുണ്ടല്ലേ? ആമസോണിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് എങ്ങനെ വരും? അതിനൊരു 3,500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 3,500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ആ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, റിയൽമിയുടെ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. റിയൽമിയുടെ സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെ പ്രൈസ് വരുന്നത്? ഇതിന് 3,700 വരും. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത്? ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിനകത്ത് വരുന്ന, ആൻഡ്രോയിഡ് വാച്ചിനകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ. ഇതിന് വാറണ്ടി എത്ര പറയുന്നുണ്ട്? 6 months വാറണ്ടി വരുന്നുണ്ട്. സോ ഇത് ഒരെണ്ണം ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മുടെ യൂട്യൂബ് റവന്യൂ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് എന്തായാലും കൊടുക്കണം. പിന്നെ നല്ല കുറേ ഹെഡ്സെറ്റ്സ് വരുന്നുണ്ട്. ഹെഡ്സെറ്റ്സ് കുറേ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ബോട്ടിൻ്റെ സ്പീക്കർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു ഓൾറെഡി. ഇപ്പം നമുക്ക് കുറച്ച് ഹെഡ്സെറ്റ് ഇവിടെ അവൈലബിൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സെയിൽസ് പേഴ്സൺസിനൊക്കെ യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ല ബ്ലൂടൂത്ത് സ്പീക്കറും. പിന്നെ എനിക്ക് പൊതുവായിട്ടേ ഈ ഒരു ഹെഡ്സെറ്റ് തോന്നുന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കാൻ നല്ലതാണ്, പക്ഷേ പാട്ട് കേൾക്കാനായിട്ടൊന്നും ഇത് കൊള്ളൂലായിരുന്നു. പക്ഷേ ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് വാങ്ങിയതിന് ശേഷം ആ ഒരു പരാതി എനിക്ക് മാറി കിട്ടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ല ഡീലിങ്സ് ആണ് കക്ഷി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കരുനാഗപ്പള്ളി വന്നിട്ട് തിരക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സ്മാർട്ട് ഫോൺസ് ഒന്ന് കുറേ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ കാര്യം വേറൊന്നുമല്ല, എൻ്റെ ലാസ്റ്റ് എടുത്ത ഫോണും ഞാൻ ഇവിടുന്ന് തന്നെയായിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കിവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ നജീബിക്കയുടെ വിശേഷങ്ങൾ. പിന്നെ നജീബിക്ക, നമ്മുടെ വ്യൂവേഴ്സിന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് പറ്റുമോ? വന്നാൽ മതി. ഉറക്കെ പറഞ്ഞേ.
വന്നാൽ മതി. എന്തായാലും നിങ്ങൾ എൻ്റെ ഫാബ്സോൺ വീൽസിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ഉറപ്പായാലും നിങ്ങൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് തരുന്നതാണ് നജീബ്. ഇപ്പൊ ഇവൻ അങ്ങനെ അല്ലെങ്കിൽ എല്ലാവർക്കും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഡിസ്കൗണ്ട് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇക്കയുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്മാർട്ട് ഫോൺസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ പേജൊക്കെ കൊടുക്കാൻ പറ്റും. എല്ലാ ഡെലിവറികളും വളരെ അവൈലബിൾ ആണ്. ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും എനി ടൈം നിങ്ങൾ പോയി. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന അതേ പ്രൈസിലൊക്കെ തന്നെ നിങ്ങൾ ഫോൺ കൊടുക്കാറുണ്ട്. ഇതുപോലെ ഫോൺ കൊടുക്കുന്നുണ്ട്. അതെ, ഫോൺ ലോഞ്ച് ചെയ്താൽ തന്നെയും വിത്തിൻ 1 ഡേയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോൺ ഇവിടെ അവൈലബിൾ ആവുന്നത്. എല്ലാത്തിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ്. OnePlus വരെ നമുക്ക് ഡയറക്റ്റ് ആണല്ലേ. ഒരുപാട് ആൾക്കാർ ഈ സൈറ്റിൽ മറ്റേ ഓഫർ സെയിൽ വരുന്ന സമയത്ത് ഫോൺ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ശരിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. നെക്സ്റ്റ് ടൈം നമ്മൾ 1 lakh ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനം വാങ്ങണം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു സാധനം കണ്ടല്ലേ? അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എന്തായാലും വാങ്ങും, ഉറപ്പായിരിക്കും. അതെന്തായാലും നമ്മൾ നജീബിക്കയുടെ കടയിൽ തന്നെ ആയിരിക്കും വാങ്ങുന്നത്. ഉറപ്പായിട്ട് വിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോൺ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ, ഫോൺ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നജീബ് എന്തായാലും താങ്ക് യു. ഇത് കണ്ടോ, നിങ്ങൾ ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ബബിലു ആയിരുന്നു. സോ ബബിലുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല, ഓർമ്മ ബബിലു ഉണ്ട്, അതോടൊപ്പം തന്നെ നജീബ് ഉണ്ട്. അതിനുണ്ട്. ഇപ്പം ഇത്രയും ആൾക്കാരായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ക്രൂ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത് നിങ്ങൾക്ക് ഹെൽപ്പേ ചെയ്യത്തുള്ളൂ. എന്തായാലും നല്ല നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഒരുപാട് ഗാഡ്ജറ്റുകൾ വഴി നമ്മൾ ഇനിയും കൊടുക്കും. അതുപോലെ തന്നെ ഗീവ് അവേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മളെയൊക്കെ അതിനകത്ത് ഒരുപാട് ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ ഒക്കെ തരാൻ പോകുന്ന ഒരാളായിരിക്കും കക്ഷി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID Fabbsonwheels എന്നാണ്. ഞാൻ ഇക്കയുടെ ലിങ്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അടിപൊളി എക്സൈറ്റിംഗ് വീഡിയോസ് ഒക്കെ വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും Fabbsonwheels ഗുഡ് ബൈ.